നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് വിശദമായി ഞാൻ ഉന്മേഷ് ശിവരാമൻ. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട് കർദിനാളായി സ്ഥാനമേറ്റു. വത്തിക്കാനിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്ന അതേ സമയത്ത് തന്നെ കേരളത്തിലും വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. This is Cardinal George Kuvakad from the Secretary of State. He is responsible for organising the papal journeys. He's also dressed differently to some of the other cardinals. He's also an Eastern Catholic. He's from the Syro-Malabar Church in India. You can see even he's not received the same biretta as the other cardinals, but instead what looks like some headgear from his own tradition. ഇന്ത്യയിലെ കത്തോലിക്ക സഭയ്ക്ക് ഇത് അഭിമാന നിമിഷം. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട് കർദിനാളായി സ്ഥാനമേറ്റു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇന്ത്യൻ സമയം രാത്രി 8:30 ചടങ്ങുകൾ ആരംഭിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നു. മാർ ജോർജ് കൂവക്കാട് ഉൾപ്പെടെ 21 പേരാണ് കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത്. ഇന്ത്യൻ സഭാചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വൈദികൻ നേരിട്ട് കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നത്. വത്തിക്കാനിൽ ചടങ്ങുകൾ നടന്ന അതേ സമയം കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിൽ വിശേഷാൽ പ്രാർത്ഥനകൾ നടന്നു. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിന്റെയും മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെയും സഹകാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തുടങ്ങിയവർ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് 24. വത്തിക്കാനിൽ ചടങ്ങുകൾ നടക്കുന്ന സമയം ഇടവകപ്പള്ളിയായ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മാമൂട് ലൂർദുമാതാ പള്ളിയിലും പ്രത്യേക പ്രാർത്ഥനകളും ആഘോഷവും നടന്നു. സജോ ദേവസ്യ മാമൂട് ലൂർദുമാതാ പള്ളിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മാർ ജോർജ് ജേക്കബ് കൂവക്കാട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മാതൃ ഇടവകയായ ചങ്ങനാശ്ശേരി മാമൂട് ലൂർദ് മാതാ പള്ളിയിലാണ്. ഇടവക അംഗങ്ങൾ, ഇടവക സമൂഹമൊക്കെ വലിയ ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ്. കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഏറ്റവും ഉന്നതമായ പദവിയിൽ മാർപ്പാപ്പ കഴിഞ്ഞാൽ തൊട്ടു താഴെയുള്ള കർദിനാൾ തിരുസംഘത്തിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്രതീക്ഷിത നിയോഗമായിരുന്നു. അങ്ങനെ ഒരു സുപ്രധാന പദവിയിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ സന്തോഷത്തിലാണ് നമ്മളോടൊപ്പം ഇടവക വികാരി അച്ഛൻ തന്നെ ചേരുകയാണ്. ഒരുപാട് അഭിമാനവും സന്തോഷവും ഒക്കെ ഉള്ള ഒരു മുഹൂർത്തമാണ്. എന്താണ് മാമൂട് ലൂർദുമാത ഇടവകയുടെ അംഗമായ ബഹുമാനപ്പെട്ട ജോർജ് കൂവക്കാട്ട് കർദിനാൾമാരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഇന്ന് ഇടവക മുഴുവൻ സന്തോഷത്തെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുകയായിരുന്നു. വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. ഇനി 23 വർഷങ്ങളെങ്കിലും കുറഞ്ഞത് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ സഭയ്ക്ക്, സാർവത്രിക സഭയ്ക്ക്, സിറോ മലബാർ സഭയ്ക്ക് ഒക്കെ ഒത്തിരി നന്മ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഈ മാമൂട് ഇടവകയുടെ മുഴുവൻ പേരിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ആ പ്രാർത്ഥനയിലും ആശംസയിലുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചിട്ടുള്ള ആശംസയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. എന്താണ് ഇപ്പോൾ അത്യുന്നതമായ ഒരു പദവിയിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് വലിയ സന്തോഷത്തിലാണ് നിങ്ങളെന്ന്? ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇനിയും ഈ നാട്ടിലേക്കുള്ള വരവിനെ ഓർത്തിരിക്കുക, ആ സ്വീകരണം നടത്താൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക. ഇനിയുള്ളത് സ്വീകരണ പരിപാടിയാണ്. സ്വീകരണ പരിപാടി ഇടവകയുടെ വലിയതായിട്ട് നടന്നു. ഇനി കർദിനാളായിട്ട് വരുമ്പോൾ അതിരൂപതയുടെ വലിയ സ്വീകരണമുണ്ട്. ചങ്ങനാശ്ശേരി പോയി പങ്കെടുത്ത ആ സ്വീകരണ പരിപാടിയും ഒരു വലിയ പരിപാടിയായി തീർക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അരുൺ നീണ്ടൂരിനൊപ്പം സജോ ദേവസ്യ, 24 കോട്ടയം. വൈദ്യുതി നിരക്ക് വർധനയിൽ അദാനി ബന്ധം ഉന്നയിച്ച് സർക്കാരിനെതിരെ പ്രതിപക്ഷം. കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനി ഗ്രൂപ്പിനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നിരക്ക് വർധനയ്ക്ക് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആരോപണം തള്ളുകയാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. UDF സർക്കാരിന്റെ കാലത്ത് 2016 ഒപ്പുവെച്ച ദീർഘകാല കരാർ ഇടതുപക്ഷ സർക്കാർ റദ്ദാക്കിയത് അദാനി ഗ്രൂപ്പിന് വഴിയൊരുക്കാനെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കരാർ റദ്ദാക്കിയതിലൂടെ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി നൽകിയിരുന്ന 2 കമ്പനികളെ ഒഴിവാക്കി. പകരം അദാനിക്ക് കരാർ നൽകിയെന്ന ആരോപണം. കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിക്ക് കടന്നു വരാൻ വേണ്ടിയാണ് ദീർഘകാല കരാർ ഇവർ റദ്ദാക്കിയത്. ഒരുപാട് പദ്ധതികൾ വൈദ്യുതി ബോർഡിൽ കൊണ്ടുവന്നതെല്ലാം അഴിമതി നിറഞ്ഞ പദ്ധതികളായി മാറി. ഇതിന്റെ എല്ലാം പാപഭാരം ചുമക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ആളുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്
യൂണിറ്റിന് 4 രൂപ 15 പൈസ മുതൽ 4 രൂപ 29 പൈസ വരെയുള്ള ദീർഘകാല കരാറുകൾ റദ്ദാക്കി. പകരം 10 രൂപ 25 പൈസ മുതൽ 14 രൂപ 30 പൈസ വരെ നൽകിയാണ് ഇപ്പോൾ വൈദ്യുതി വാങ്ങുന്നതെന്നാണ് ആരോപണം. കരാർ റദ്ദാക്കിയ റെഗുലേറ്ററി കമ്മീഷനിൽ CPIM അനുഭാവികളാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ആരോപണങ്ങൾ തള്ളുകയാണ് വൈദ്യുതി മന്ത്രി. റെഗുലേറ്ററി കമ്മീഷൻ വിധിച്ചതിനെതിരെ 108 പ്രകാരം നമ്മൾ അധികാരം ഉപയോഗിച്ചു, അത് മാറ്റി. പക്ഷേ കമ്പനിക്കാരൻ തരാതെയായി, തരുന്ന സപ്ലൈ ചെയ്തവൻ തരാതെയായി. നിരക്ക് വർധനയിൽ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ സംഘടനകൾ വിവിധയിടങ്ങളിൽ പ്രതിഷേധം തുടരുകയാണ്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ മരണത്തിൽ പ്രതികളായ 3 വിദ്യാർത്ഥിനികൾക്ക് ജാമ്യം. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, വിശദാംശങ്ങൾ. അമ്മു സജീവന്റെ മരണത്തിൽ ദിവസങ്ങളായി 3 പേരും ഇപ്പോൾ ജയിലിൽ കഴിയുകയായിരുന്നു. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ കോടതി ആദ്യഘട്ടത്തിൽ ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതേ കോടതി തന്നെയാണ് ഈ പെൺകുട്ടികൾക്ക് 3 പെൺകുട്ടികൾക്കും സഹപാഠികളും അതുപോലെ തന്നെ ഒരുമിച്ച് ഒരു മുറിയിൽ താമസിച്ചിരുന്ന 3 പെൺകുട്ടികൾക്കും ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കർശന ജാമ്യ വ്യവസ്ഥ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അല്പസമയത്തിനകം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇവർ ജയിൽ മോചിതരായി എന്നൊരു വിവരവും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നുണ്ട്. എന്തായാലും 3 പേർക്കും ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ പോലീസ് അന്വേഷണവുമായി സഹകരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിലുണ്ട് എന്നും മനസ്സിലാക്കുന്നു. ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയാണ് എന്നായിരുന്നു അമ്മു സജീവന്റെ കുടുംബം പറഞ്ഞിരുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ അമ്മു സജീവന്റെ മാതാപിതാക്കളുടെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷം. ശരി, ശ്രീജിത്ത് ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്. 8 വർഷത്തിനിടെ 5 തവണ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത് ക്ഷണിച്ചു വരുത്തിയ വിനയാണ്. വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കരാർ റദ്ദാക്കിയതും അണക്കെട്ടുകളിലെ ജലനിരപ്പ് കുറഞ്ഞതുമാണ് KSEBിയുടെ അധിക ബാധ്യതയ്ക്ക് കാരണം. സംസ്ഥാനത്തെ വൈദ്യുതി വിതരണ ശൃംഖലയ്ക്ക് തുരങ്കം വയ്ക്കുന്ന തരത്തിൽ ദീർഘകാല കരാർ എന്തിന് റദ്ദാക്കി എന്ന ചോദ്യം ഇതിനകം തന്നെ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. 2023 മെയ് 10 വരെ വൈദ്യുതി വകുപ്പിൽ എല്ലാം കൃത്യമായിരുന്നു. സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗത്തിൽ 30% മാത്രമാണ് ആഭ്യന്തര ഉൽപ്പാദനം. ബാക്കിയുള്ള 70% പുറത്തുനിന്നും വാങ്ങുന്നതായിരുന്നു രീതി. ഇതിനായി 2015 മുതൽ 2040 വരെ 3 കമ്പനികളുമായി ദീർഘകാല കരാറുണ്ടായിരുന്നു. യൂണിറ്റിന് 4 രൂപ 26 പൈസയ്ക്ക് 465 മെഗാവാട്ട് വൈദ്യുതി 7 വർഷമായി വാങ്ങിക്കൊണ്ടിരുന്നത് 2023 റദ്ദാക്കി. അക്കാലത്ത് കൃത്യമായി പറഞ്ഞാൽ 2020-2021 KSEBിക്ക് 900 കോടി രൂപയുടെ പ്രവർത്തന ലാഭവുമുണ്ടായിരുന്നു. പിന്നാലെ യൂണിറ്റിന് 8 രൂപ മുതൽ 12 രൂപ വരെ ഈടാക്കിയുള്ള ഹ്രസ്വകാല കരാർ നടപ്പിലാക്കി. ഇതോടെ സകലതും കീഴ്മേൽ മറിഞ്ഞു. കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ ഇത് അന്നേ കണക്കുകൾ നിരത്തി പറഞ്ഞതാണ്. ഒടുവിൽ വിവാദമായപ്പോൾ മുഖ്യമന്ത്രി തന്നെ ദീർഘകാല കരാർ തിരിച്ചു കൊണ്ടുവരണമെന്ന് റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെടുമെന്ന് നിയമസഭയെ അറിയിച്ചു. എന്നാൽ കമ്പനികൾ കോടതി കയറി ചെറിയ നിരക്കിൽ വൈദ്യുതി നൽകാനുള്ള ദീർഘകാല കരാറിൽ നിന്നും രക്ഷപ്പെട്ടു. ചോദ്യങ്ങൾ 2 ഉണ്ട്. 1, കോടികൾ ലാഭമുണ്ടാക്കാൻ സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടിയാണോ ദീർഘകാല കരാർ ഉപേക്ഷിച്ചത്? 2, ഹ്രസ്വകാല കരാർ കൊണ്ട് ലാഭമുണ്ടാക്കിയതാര്? ഇതിനുള്ള ഉത്തരം എന്താണെങ്കിലും അധികഭാരം ചുമക്കേണ്ടി വരുന്നത് വൈദ്യുതി ഉപഭോക്താക്കളാണ്. മൾട്ടി ഇയർ താരിഫ് ഈ വർഷം യൂണിറ്റിന് 16 പൈസ, അടുത്ത വർഷം 12 പൈസ, 3 വർഷത്തിനിടയിൽ 28 പൈസയുടെ വർധനവ്. സാധാരണക്കാരന്റെ നടുവൊടിയും. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. പെട്രോമാക്സുകൾ കത്തിച്ചായിരുന്നു പ്രതിഷേധം. റൗണ്ടപ്പിലേക്ക് തിരികെ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പൂഴ്ത്തിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിൽ തീരുമാനം വെള്ളിയാഴ്ചയ്ക്ക് ശേഷം. വിവരാവകാശ കമ്മീഷണർ ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമായിരിക്കും തീരുമാനം. ഇന്ന് പുറത്തുവിടും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഇതിനിടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘത്തിന് നോഡൽ ഓഫീസറായി കോസ്റ്റൽ സെക്യൂരിറ്റി AIG G പൂങ്കുഴലിയെ നിയോഗിച്ചു. ഇരകൾക്ക് അന്വേഷണ സംഘവുമായി ബന്ധപ്പെടാനുള്ള സൗകര്യത്തിനായാണ് നോഡൽ ഓഫീസറെ തീരുമാനിച്ചത്.
നടൻ ദിലീപിന് ശബരിമലയിൽ VIP ദർശനം അനുവദിച്ച സംഭവത്തിൽ ഭക്തരെ തടഞ്ഞിർത്തിയതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരോട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശദീകരണം തേടി. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരുടെ പേരിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ഹൈക്കോടതി വിമർശനം തുടരുമ്പോഴാണ് ദേവസ്വം ബോർഡിന്റെ നീക്കം. വിഷയത്തിൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ വിശദമായ റിപ്പോർട്ട് ബോർഡിന് കൈമാറി. ദിലീപിന്റെ VIP ദർശനത്തിൽ ഹൈക്കോടതി വിമർശനം തുടരുമ്പോഴാണ് ദേവസ്വം ബോർഡിന്റെ നീക്കം. ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ദിലീപ് മറ്റുള്ളവരുടെ ദർശനം തടസ്സപ്പെടുത്തിയെന്ന് ഇന്ന് ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാണിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിനും ദുരന്ത നിവാരണ അതോറിറ്റിക്കുമെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകളിൽ സമ്പൂർണ്ണ അവ്യക്തതയെന്ന് ഹൈക്കോടതി കുറ്റപ്പെടുത്തി. കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ കൃത്യമായി കണക്ക് വേണമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത സഹായവുമായി ബന്ധപ്പെട്ട സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ വിമർശനം. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഫിനാൻസ് ഓഫീസറെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. കേന്ദ്രം സഹായം നൽകുന്നില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം ഇത്തവണ കോടതി കേട്ടില്ല. ദുരന്ത നിവാരണ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ ഓരോന്നായി എണ്ണി പറഞ്ഞു. ഈ വർഷം 95 കോടി രൂപയാണ് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചത്. 677 കോടി രൂപ ബാക്കിയുണ്ട്. ഇതിൽ അടിയന്തരാവശ്യത്തിന് എത്ര ചെലവഴിക്കാമെന്ന കോടതിയുടെ ചോദ്യത്തിന് സംസ്ഥാന സർക്കാരിന് മറുപടിയില്ലായിരുന്നു. കൃത്യമായി അക്കൗണ്ടിംഗ് നടത്താത്തതാണ് ഇതിന് കാരണമെന്നും കോടതി വിമർശിച്ചു. ആരെയാണ് വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നതെന്നും ചോദിച്ചു. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ അവസാനിപ്പിക്കണം. SDRF ഫണ്ടിലെ നീക്കിയിരിപ്പ്, വിനിയോഗിച്ച തുക, ആവശ്യമായ തുക എന്നിവയുടെ കൃത്യമായ കണക്ക് ഹാജരാക്കാനും സംസ്ഥാന സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. വ്യാഴാഴ്ച കണക്കുകൾ നൽകുമെന്ന് സർക്കാർ മറുപടി നൽകി. 24 കൊച്ചി. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൈവശം എല്ലാ കണക്കുകളും ഉണ്ടെന്നായിരുന്നു റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണം. ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ കുറ്റക്കാരെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വയനാട് പുനരധിവാസ പാക്കേജ് അട്ടിമറിച്ചത് സംസ്ഥാന സർക്കാരാണെന്ന് വ്യക്തമായി എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പ്രതികരണം. വാടക വീട്ടിലാണ് ആളുകൾ താമസിക്കുന്നത് പുനരധിവാസം വരെ. ആ വാടക STRF-ൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ? കോടതി പരിശോധിച്ചാൽ മതി. STRF-ൽ നിന്ന് കൊടുക്കാനാകില്ല, അത് CMDRF-ൽ നിന്നാണ് കൊടുക്കുന്നത്. 1032 കുടുംബങ്ങൾക്ക് 10,000 രൂപ അടിയന്തര ധനസഹായം കൊടുത്തു. STRF-ൽ നിന്ന് എത്ര കൊടുക്കാൻ പറ്റും? എത്ര കോടി കേരളത്തിലുണ്ടായാലും 5,000 ഒരാൾക്ക് കൊടുക്കാൻ പറ്റൂ. ബാക്കി 10,000-ൽ 5,000 CMDRF-ൽ നിന്ന് കൊടുക്കണം. സർക്കാരിന്റെ കയ്യിൽ വലിയ തുക കിട്ടിയിട്ടുണ്ടല്ലോ, ആ തുക ചെലവഴിക്കുന്നുണ്ടോ? അവിടെ എന്ത് റീഹാബിലിറ്റേഷൻ പ്രോസസ് നടക്കുന്നത്? ഒരു ദുരന്ത നിവാരണവും ഇല്ല. വീട് കൊടുക്കാൻ ആളുകൾ റെഡിയായി നിൽക്കുന്നു. 1000-ഓളം വീടുകളാണ് ഓഫറുള്ളത്. ആ വീട് കൊടുക്കാൻ സ്ഥലം സർക്കാർ തരുമെന്ന് പറഞ്ഞു. സ്ഥലം കൊടുക്കാൻ ഇത്ര മാസമായിട്ട് സർക്കാർ പറ്റിയിട്ടില്ല. വയനാട് പുനരധിവാസ പാക്കേജ് വൈകുന്നതിന് കാരണം കേന്ദ്ര സർക്കാരല്ല, സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഹൈക്കോടതി ഇന്ന് അത് ആവർത്തിച്ച് അടിവരയിട്ടിരിക്കുന്നു. വയനാട്ടിൽ ഹർത്താൽ നടത്തിയ LDF-ഉം UDF-ഉം
പ്യോർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ഇനി ശബരിമലയിലെ നാളത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കണ്ണൂർ മുൻ ADM ആയിരുന്ന കെ നവീൻ ബാബുവിൻ്റെത് തൂങ്ങിമരണം തന്നെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണം കൊലപാതകമെന്നത് കെ നവീൻ ബാബുവിന്റെ കുടുംബം സംശയിക്കുന്നതിനിടെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നത്. പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തരുതെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും അംഗീകരിച്ചില്ലെന്ന് കെ നവീൻ ബാബുവിന്റെ ബന്ധു പ്രതികരിച്ചു. നവീൻ ബാബുവിന്റെ ദേഹത്ത് സംശയകരമായ പരുക്കുകളോ മുറിവുകളോ ഇല്ല. ആന്തരാവയവങ്ങളിൽ അസ്വാഭാവികതയില്ല. കെ നവീൻ ബാബുവിന്റേത് തൂങ്ങിമരണം തന്നെയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതേസമയം സർക്കാർ ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലത്തെ കുടുംബം തള്ളുകയാണ്. മൃതദേഹത്തിന് ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ കുടുംബത്തെ അറിയിച്ചില്ലെന്നാണ് പരാതി. പരിയാരത്ത് പോസ്റ്റ്മോർട്ടം നടത്തരുതെന്നും കോഴിക്കോട് നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായർ. ഇൻക്വസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടത്തിൽ എടുത്ത ശേഷമാണ് നമ്മൾക്കുമായിട്ട് ഫസ്റ്റ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത്. ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ചാർജ് എടുക്കാൻ വേണ്ടി വരുന്ന ആളല്ലേ. കെ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് സംശയിക്കാൻ കാരണങ്ങളില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഇന്നലെ എതിർ സത്യവാങ്മൂലം നൽകിയിരുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജി ഹൈക്കോടതി തീർപ്പ് കൽപ്പിക്കാനിരിക്കെയാണ് സർക്കാർ കോടതിയിൽ സമർപ്പിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നത്. 24 പത്തനംതിട്ട. സ്മാർട്ട് സിറ്റി വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന് മറുപടിയില്ലെന്ന് VD സതീശൻ. ടീകോമിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്നും ഭൂമി കുംഭകോണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ടീകോമുമായി നിയമയുദ്ധത്തിന് പോവേണ്ടതില്ല എന്നായിരുന്നു നിയമോപദേശമെന്ന് മന്ത്രി P. രാജീവ്. എത്രയും വേഗം സ്ഥലം വിനിയോഗിക്കുക എന്നതാണ് സർക്കാർ നിലപാട്. എല്ലാം നടക്കുന്നത് നിയമപ്രകാരമെന്നും P. രാജീവ്. പൊതുവെ ടീകോമിന്റെ അമ്മത്തൊരു നിലപാട് താല്പര്യക്കുറവ് അതിനകത്ത് വന്നിട്ടുണ്ട്. അത് എന്തെല്ലാം കാരണങ്ങളാണ് നമ്മളിപ്പോൾ ചകഞ്ഞിപ്പോൾ പിന്നെ അവരുമായി തർക്കിച്ച് കേസുകളായിട്ട് ഇങ്ങനെ പോകാതിരിക്കുക. എന്നാൽ അവരുമായിട്ട് നമ്മൾ ഒത്തീർപ്പുണ്ടാക്കുമ്പോൾ നമ്മുടെ താല്പര്യം പൂർണ്ണമായിട്ട് സംരക്ഷിക്കപ്പെടുക. ഇതാണ് സർക്കാരിനുള്ളത്. ടീകോമിന്റെ കയ്യിൽ നിന്ന് നഷ്ടം ഈടാക്കാൻ ശ്രമിച്ചാൽ വ്യവഹാരം ഉണ്ടാവും, അത് നീണ്ടുപോകും. അപ്പൊ ഭൂമി ഫ്രീ ആവില്ല. അപ്പൊ ഭൂമി ആർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടീകോമിന്റെ കയ്യിൽ നിന്നും മേടിക്കേണ്ട നഷ്ടത്തിന് പകരം അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് കേസില്ലാതാക്കി അവരെ പറഞ്ഞു വിട്ടിട്ട് ഈ ഭൂമി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂമി കച്ചവടമാണ്. ഒരു കാരണവശാലും അത് കേരളത്തിൽ സമ്മതിക്കില്ല. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. കണ്ണൂർ അഴീക്കലിലെ ഒഡീഷ സ്വദേശിയുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിലായി. ഒഡീഷ സ്വദേശി മഘു മാലിക്കാണ് കർണാടകയിൽ നിന്ന് പിടിയിലായത്. മത്സ്യത്തൊഴിലാളിയായ രമേശ് ദാസാണ് കൊല്ലപ്പെട്ടത്. അരുൺ പാറയ്ക്കലുണ്ട് വിവരങ്ങളുമായി. അരുൺ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയാണ് ഒഡീഷ സ്വദേശിയായ രമേശ് ദാസ് അഴീക്കൽ ഹാർബറിലെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ കൊലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അന്ന് തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. പരിചയക്കാരിൽ ഒരാളാണ് ഈ കൊലപാതകം നടത്തിയെന്ന സംശയമുണ്ടായിരുന്നു. ഇതിനുശേഷം പ്രതിക്കായുള്ള തെരച്ചിൽ നടത്തുകയായിരുന്നു. ഇന്നാണിപ്പോൾ ഈ കർണാടക മാൽപ്പയിൽ നിന്ന് ഒഡീഷ സ്വദേശി തന്നെയായ മഘു മാലിക്കിനെ വളപട്ടണം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മാൽപ്പയിലെ ബാറിൽ നിന്നാണ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. കല്ലുകൊണ്ടാണ് ഈ മത്സ്യത്തൊഴിലാളിയായ രമേശ് ദാസിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഉന്മേഷ്. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ സഖ്യത്തിലെ ഭിന്നത പാർലമെന്റിന് പുറത്തേക്ക്. ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ തയ്യാറാണെന്ന് മമതാ ബാനർജി. തീരുമാനം സ്വാഗതം ചെയ്ത് NCPയും സമാജ്വാദി പാർട്ടിയും. മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന്റെ അവിഭാജ്യ ഘടകം എന്നായിരുന്നു സുപ്രിയ സുലെയുടെ പ്രതികരണം. മമതയെ 100% പിന്തുണയ്ക്കുന്നുവെന്ന് സമാജ്വാദി പാർട്ടി വക്താവ് ഉദയ്വീർ സിംഗ് വ്യക്തമാക്കി. മമതയുടെ നേതൃത്വം സഖ്യത്തെ ശക്തിപ്പെടുത്തുമെന്നും സമാജ്വാദി പാർട്ടി. കണ്ണൂർ മാടായി കോളേജിൽ MK രാഘവൻ MBA കോൺഗ്രസ് പ്രവർത്തകർ വഴിയിൽ തടഞ്ഞു. മാടായി കോളേജിലെ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രതിഷേധത്തിന് കാരണം. സംഭവത്തിൽ DCC എക്സിക്യൂട്ടീവ് അംഗം കാപ്പാടൻ ശശിധരൻ ഉൾപ്പെടെ 4 പേരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു.
MK രാഘവൻ MP ചെയർമാനായ പയ്യന്നൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലുള്ള മാടായി കോളേജിൽ കോഴ വാങ്ങി നിയമനം നടത്തുന്നുവെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം. സ്റ്റാഫ് നിയമനത്തിൽ MK രാഘവന്റെ ബന്ധുവും സജീവ CPIM പ്രവർത്തകനുമായ ഒരാൾക്ക് നിയമനം നൽകിയെന്ന് പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. മാടായി കോളേജിൽ ഇന്ന് അഭിമുഖം നടക്കുന്നതിനിടയിൽ ചെയർമാൻ കൂടിയായ MK രാഘവൻ MP നിരീക്ഷകനായെത്തി. ഇതിനിടയിലാണ് പ്രവർത്തകർ സംഘടിച്ചെത്തി MPയെ തടഞ്ഞത്. നിയമനത്തെ ചൊല്ലി പയ്യന്നൂരിലെയും കല്യാശ്ശേരിയിലെയും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. KPCCക്കും AICCക്കും പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം MPയെ തടഞ്ഞ കോൺഗ്രസ് പ്രവർത്തകരുടെ സമീപനം അംഗീകരിക്കാൻ കഴിയില്ലെന്നും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. സംഭവത്തിൽ DCC എക്സിക്യൂട്ടീവ് അംഗം കാപ്പാടൻ ശശിധരൻ, മാടായി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KP ശശി, കുഞ്ഞിമംഗലം മണ്ഡലം വൈസ് പ്രസിഡന്റ് KV സതീഷ് കുമാർ, യൂത്ത് കോൺഗ്രസ് നേതാവ് വരുൺ കൃഷ്ണൻ എന്നിവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 24 കണ്ണൂർ. UDF പ്രവേശന സാധ്യതാ ചർച്ചകൾ വീണ്ടും സജീവമാക്കി PV അൻവർ MLA. മുസ്ലിം ലീഗ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ KPCC അധ്യക്ഷൻ K സുധാകരനെയും PV അൻവർ കണ്ടു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായുള്ള ചർച്ച ദുർബലപ്പെടുത്തിയത് പിണറായി വിജയനാണെന്നും തനിക്ക് മുന്നിൽ വഴികളേറെയുണ്ടെന്നും PV അൻവർ 24നോട് പറഞ്ഞു. ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ച് ഡൽഹിയിലെത്തിയ PV അൻവർ തിരക്കിട്ട ചർച്ചകളിലാണ്. UDF പ്രവേശനമാണ് ലക്ഷ്യം. ആദ്യഘട്ട കൂടിക്കാഴ്ച മുസ്ലിം ലീഗ് നേതാക്കളുമായി. ET മുഹമ്മദ് ബഷീർ, PV അബ്ദുൽ വഹാബ് എന്നിവരെ നേരിൽ കണ്ടു. പിന്നാലെ KPCC അധ്യക്ഷൻ K സുധാകരൻ, രമേശ് ചെന്നിത്തല എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. മറ്റൊരു പാർട്ടിയിലൂടെ UDFന്റെ ഭാഗമാകാനാണ് ശ്രമം. തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടികളുമായും PV അൻവർ ചർച്ച നടത്തി. മറ്റു പാർട്ടികളിലെ അതൃപ്തരെയും ഒപ്പം കൂട്ടാനാണ് നീക്കം. പ്രപ്പോസൽ നൽകിയിരിക്കുന്നത് ദേശീയ പാർട്ടികൾക്കാണെന്നും തനിക്ക് മുന്നിൽ വഴികളേറെയുണ്ടെന്നും PV അൻവർ 24നോട്. ഡയറക്റ്റ് ആയിട്ട് UDFിലെ ഘടകകക്ഷികളിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ചേരാൻ കഴിയാത്ത, എന്നാൽ ആൻറ്റി പിണറായി മൈൻഡുള്ള ഒരുപാട് ആളുകളും ഒരുപാട് പ്രവർത്തകരും നാട്ടിലുണ്ട്. ഇവർക്കെല്ലാം കൂടെ കയറിയിരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോം ശക്തിപ്പെടുന്നതിനനുസരിച്ചിരിക്കും മറ്റു കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വരുമ്പോൾ ഞങ്ങൾക്കൊരു ഗോഡ്ഫാദർ വേണം. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായുള്ള ചർച്ച ദുർബലപ്പെടുത്തിയത് പിണറായി വിജയനാണെന്നും PV അൻവർ. ആ ഒന്നാം ഘട്ട ചർച്ച കഴിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടാൻ തുടങ്ങി, ഇതിന് പല തടസ്സങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. PV അൻവറുമായി ചർച്ചകൾ നടത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. UDFുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, ഒരു ചർച്ചയും നടത്തുന്ന പ്രശ്നമില്ല, ഒരു ചർച്ചയില്ല. പിണറായി സത്തെയും RSSനെയും നേരിടേണ്ട സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നുവെന്നും തന്റെ ആശയത്തിൽ പിന്തുണയ്ക്കുന്നവർ CPIMലും കോൺഗ്രസിലുമുണ്ടെന്നും PV അൻവർ വ്യക്തമാക്കി. ഇടതുമുന്നണിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ഡൽഹിയിലെത്തിയതിന് പിന്നാലെയാണ് PV അൻവർ ചർച്ചകൾക്ക് വേഗത കൂട്ടിയത്. അൻവറിന്റെ UDF പ്രവേശനത്തിന് മുസ്ലിം ലീഗ് പിന്തുണയറിയിച്ചതായാണ് വിവരം. വിനീത VG 24 ഡൽഹി. മതാടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ K ഗോപാലകൃഷ്ണ IASനെ സംരക്ഷിച്ച് ചാർജ് മെമ്മോ. മൊബൈൽ ഹാക്ക് ചെയ്തുവെന്ന് പോലീസിന് വ്യാജ പരാതി നൽകിയതും മല്ലു മുസ്ലിം ഓഫീസേഴ്സ് എന്ന് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതും ചാർജ് മെമ്മോയിൽ പറഞ്ഞിട്ടില്ല. ചാർജ് മെമ്മോയുടെ പകർപ്പ് 24ന് ലഭിച്ചു. മതങ്ങളുടെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന K ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ പണി പോകാതെ സംരക്ഷിച്ചു നിർത്താനുള്ള എല്ലാമുണ്ട് ഈ ചാർജ് മെമ്മോയിൽ. ചീഫ് സെക്രട്ടറി നൽകിയ ചാർജ് മെമ്മോയിൽ നിയമപരമായി നിലനിൽക്കുന്ന കുറ്റങ്ങളെക്കുറിച്ച് പരാമർശമേയില്ല. ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ പറയുന്ന കാര്യങ്ങൾ ഇവയൊക്കെ. K ഗോപാലകൃഷ്ണൻ സംസ്ഥാനത്തെ IAS ഓഫീസർമാർക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അനൈക്യത്തിന്റെ വിത്തുകൾ പാകി. ഓൾ ഇന്ത്യ സർവീസ് കേഡറുകൾ തമ്മിലുള്ള ഐക്യദാർഢ്യം തകർക്കാൻ ശ്രമിച്ചു. K ഗോപാലകൃഷ്ണനെതിരെയുള്ള കുറ്റങ്ങൾ ഇതിലൊതുക്കി. തന്റെ ഫോൺ ഹാക്ക് ചെയ്തുവെന്നായിരുന്നു ഗോപാലകൃഷ്ണൻ പോലീസിന് നൽകിയ പരാതി. എന്നാൽ ഫോറൻസിക് പരിശോധനയിലും മെറ്റയുടെ മറുപടിയിലും ഹാക്കിംഗ് നടന്നിട്ടില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചതാണ്. ഈ വിവരം സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ടായി ചീഫ് സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്തു. എന്നാൽ നൽകിയത് വ്യാജ പരാതിയാണെന്ന് ഉറപ്പിച്ചിട്ടും അക്കാര്യത്തെക്കുറിച്ച് ചാർജ് മെമ്മോയിൽ പറഞ്ഞിട്ടില്ല. മല്ലു മുസ്ലിം ഓഫീസേഴ്സ് എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അദീല അബ്ദുള്ള ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിട്ടും അതിനെക്കുറിച്ചും ഒരു പരാമർശവും നടത്തിയിട്ടില്ല. ഇതോടെ K ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന ആക്ഷേപം കൂടുതൽ ശക്തമാവുകയാണ്. IT വിദഗ്ധൻ കൂടിയായ K ഗോപാലകൃഷ്ണൻ ഫോണുകൾ ഫോർമാറ്റ് ചെയ്ത ശേഷമാണ് പോലീസിന് കൈമാറിയത്. അതിനാൽ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് തെളിവുകളില്ല. എന്നാൽ വ്യാജ പരാതി നൽകിയതുൾപ്പെടെ തെളിവുള്ള വിഷയങ്ങൾ
ചാർജ് മെമ്മോയിൽ നിന്ന് ഒഴിവാക്കിയത് സംരക്ഷിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. CPIM സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിന് പിന്നാലെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനെ പുകഴ്ത്തി CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ. ജി സുധാകരൻ മഹാനായ നേതാവാണെന്നും അവഗണിച്ചിട്ടില്ലെന്നും ആർ നാസർ പറഞ്ഞു. ഇതിനിടെ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ജി സുധാകരനെ വീട്ടിലെത്തി കണ്ടു. മുതിർന്ന നേതാവ് ജി സുധാകരനെ പുന്നപ്രയിലെ വീടിന് തൊട്ടടുത്ത് നടന്ന അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിന്റെ പൊതുപരിപാടിയിൽ പോലും ക്ഷണിക്കാതിരുന്നത് ചർച്ചയായിരുന്നു. ജി സുധാകരന് സാധാരണ അംഗമെന്ന ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ പ്രതികരണവും വിവാദമായി. AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സുധാകരന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയതും പലവിധ ചർച്ചകൾക്കും വഴിവെച്ചു. പിന്നാലെ CPIM സംസ്ഥാന നേതൃത്വം ഇടപെട്ടതോടെയാണ് ജില്ലാ നേതൃത്വവും സുധാകരനോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്താൻ തീരുമാനിക്കുന്നത്. മഹാനായ നേതാവെന്നും സംസ്ഥാനത്ത് പേരെടുത്ത മന്ത്രിയായിരുന്നു സുധാകരനെന്നും ആർ നാസറിന്റെ പുകഴ്ത്തൽ. ദീർഘനാൾ നമ്മുടെ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളല്ലേ, മന്ത്രിയായിരുന്ന ആളല്ലേ, ഏറ്റവും നല്ല മന്ത്രിയെ നിർത്തി പ്രവർത്തിച്ച ആളല്ലേ, ജനങ്ങളുടെ വലിയ അംഗീകാരമുള്ള സാഹചര്യം, ഇപ്പോഴും നല്ല ജനങ്ങൾക്കെല്ലാം വലിയ അംഗീകാരമുള്ള സാഹചര്യമാണ്. അതിനൊന്നും സംശയമൊന്നുമില്ല. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലത്തെ സഹപ്രവർത്തകൻ കൂടിയായ പി ജയരാജനും സുധാകരനുമായുള്ള കൂടിക്കാഴ്ച അരമണിക്കൂറിലധികം നീണ്ടു. സഖാവ് ജി സുധാകരൻ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരുന്ന ഘട്ടത്തിൽ എൻ്റെ നേതാവായിട്ടുള്ള ആളാണ്. ഞങ്ങൾ സ്വാഭാവികമായിട്ടും കുറേ കാര്യങ്ങൾ അനുസ്മരിച്ചു. ഈ കുടുംബത്തോടൊപ്പം അല്പസമയം കഴിയാൻ അവസരമുണ്ടായതിൽ അങ്ങേയറ്റത്തെ സന്തോഷം. ജനുവരി 12, 13, 14 തീയതികളിലാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനം. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് സ്വമേധയാ ഒഴിഞ്ഞ ശേഷം നിലവിൽ ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് അംഗമാണ് ജി സുധാകരൻ. 24 ആലപ്പുഴ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ നീല ട്രോളി വിവാദത്തിൽ കോൺഗ്രസ് നേതാക്കളായ ഷാനിമോൾ, ഉസ്മാൻ, ബിന്ദു കൃഷ്ണ എന്നിവരിൽ നിന്ന് മൊഴിയെടുത്തു. ഇരുവരുടെയും വീട്ടിലെത്തിയാണ് പാലക്കാട് പോലീസ് മൊഴി രേഖപ്പെടുത്തിയത്. പോലീസ് മനുഷ്യത്വരഹിതമായി ഇടപെട്ടെന്ന ആരോപണം ഇരുവരും ആവർത്തിച്ചു. പാലക്കാട് സൗത്ത് CA ഐശ്വര്യയുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘമാണ് ആലപ്പുഴയിലെ വീട്ടിലെത്തി ഷാനിമോൾ ഉസ്മാനിൽ നിന്ന് മൊഴിയെടുത്തത്. ചോദ്യം ചെയ്യൽ 3/4 മണിക്കൂർ നീണ്ടു. പോലീസ് നടപടിക്കെതിരെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന ഷാനിമോൾ ഉസ്മാൻ. പോലീസ് പാതിരാ നാടകം, സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. പൊതുജന മനസാക്ഷിയുടെ മുന്നിൽ കുറച്ചു നേരമെങ്കിലും കള്ളപ്പണം സൂക്ഷിച്ചവരായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ആ നിലപാടിനെ ഒരു കാരണവശാലും ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപമാനപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം ഇവിടെ ഉണ്ടാക്കിയത് വ്യവസ്ഥിതിയാണ്, പോലീസാണ്. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ബിന്ദു കൃഷ്ണയുടെ വീട്ടിൽ പോലീസ് സംഘം എത്തിയത്. മൊഴിയെടുക്കൽ 1 മണിക്കൂറോളം നീണ്ടു. വ്യാജ പരാതി ഉന്നയിച്ച CPM നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്ന് ബിന്ദു കൃഷ്ണ. ഈ റെയ്ഡിന് ആരും നിർദ്ദേശം നൽകി? സംസ്ഥാനത്തെ മന്ത്രി MB രാജേഷ് നിർദ്ദേശം നൽകി. ഏത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ നിർദ്ദേശം നൽകി? ഞങ്ങളെ അപമാനിച്ച റെയ്ഡിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം. അതിന് ഉത്തരവിട്ട അല്ലെങ്കിൽ അന്ന് നിർദ്ദേശം നൽകിയ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ കേസെടുക്കണം. കഴിഞ്ഞ മാസം 7-ന് DGPക്ക് നേതാക്കൾ നൽകിയ പരാതിയിലാണ് നടപടി. FIR പോലും ഇടാതെ 1 മാസം കഴിഞ്ഞാണ് മൊഴിയെടുക്കാൻ പോലീസ് എത്തിയതെന്നാണ് ആക്ഷേപം. ട്രോളി ബാഗ് വിവാദത്തിൽ തെളിവൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നാണ് പോലീസ് റിപ്പോർട്ട്. 24 കൊല്ലം. താമരശ്ശേരി ചുരത്തിലൂടെ KSRTC ഡ്രൈവറുടെ അപകടയാത്ര. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ദീർഘദൂരം വാഹനം ഓടിച്ചു. യാത്രക്കാർ പോലീസിൽ പരാതി നൽകി. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ബസ്സിലെ ഡ്രൈവറാണ് അശ്രദ്ധമായി വാഹനം ഓടിച്ചത്. ഡിപ്പോയിൽ നിന്നും യാത്ര തുടങ്ങിയത് മുതൽ ഫോൺ വിളിച്ചുകൊണ്ടാണ് വാഹനം ഓടിച്ചത് എന്ന് യാത്രക്കാർ പറഞ്ഞു. വിവാദ പ്രസംഗവുമായി CPIM നേതാവ് MM മണി. അടിച്ചാൽ തിരിച്ചടിക്കണമെന്നും ഇല്ലെങ്കിൽ പ്രസ്ഥാനത്തിൽ നിലനിൽപ്പില്ല എന്നുമാണ് MM മണിയുടെ വാക്കുകൾ. പല നേതാക്കന്മാരെയും വെടിവെച്ചും വെട്ടിയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. അവരെയെല്ലാം നേരിട്ടുണ്ടെന്നും MM മണി പറഞ്ഞു. അടിച്ചാൽ തിരിച്ചടിച്ചില്ല, പ്രസ്ഥാനം നിൽക്കത്തില്ല. നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക, പ്രതിഷേധിക്കുന്നതിൽ തിരിച്ചടിക്കുക. പ്രതിഷേധിക്കുന്ന എന്തിനാണ്? ആളുകളെ നമ്മുടെ കൂടെ നിർത്താനാണ്. തിരിച്ചടിക്കുക, ആ ചെയ്തത് നന്നായി എന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കും. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ നേതാക്കന്മാരെല്ലാം നേരിട്ടടിച്ചിട്ടുണ്ട്. ഞാനൊക്കെ അടിച്ചിട്ടുണ്ട്. മരിച്ചുപോയ നമ്മുടെ സഹാക്കൾ വലിയുണ്ട്. നേരിട്ടടിച്ചിട്ടുണ്ട്. നേരിട്ട്. അല്ലാതെ ചുമ്മാ സൂത്രപ്പടി കൊണ്ട് പ്രസംഗിക്കാൻ നടന്ന പ്രസ്ഥാനം കാണുകയില്ല. കാട്ടാനപ്പേടിക്കൊപ്പം പുലിയുടെ സാന്നിധ്യം കൂടി സ്ഥിരീകരിച്ചതോടെ ഭീതിയിലാണ് പാലക്കാട് ധോണി നിവാസികൾ. മായപുരം സ്വദേശി ജയശ്രീയുടെ വീട്ടിലെ കൂട് തകർത്ത പുലി കോഴിയെ ആക്രമിച്ചു കൊന്നു. കണ്ണൂർ കുടിയാൻമലയിലും പുലി ഇറങ്ങിയതായി സംശയമുണ്ട്.
ആനപ്പേടിക്ക് പിന്നാലെ വന്യമൃഗഭീതി ഒഴിയുന്നില്ല ധോണിയിൽ. പലതവണ നാട്ടുകാർ പ്രകടിപ്പിച്ച പുലി ആശങ്ക ഇന്ന് CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ സ്ഥിരീകരിച്ചു. പുലർച്ചെ 12:10 മായപുരം സ്വദേശി ജയശ്രീയുടെ വീട്ടിൽ പുലിയെത്തി കൂട് തകർത്ത് കോഴിയെ ആക്രമിച്ചത്. ഇന്ന് രാവിലെ ഒരു 12:30 നമ്മുടെ വീട്ടിലത്തെ കോഴിക്കൂട് വല വലിച്ചു പൊളിച്ച് വലിയൊരു പുലി മുട്ടയിടുന്ന കോഴിയെ കടിച്ചു പിടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പേടിച്ചു പോയി. വനത്തിൽ ജീവിക്കുന്ന വന്യജീവികൾ വനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അത് സൂക്ഷിക്കേണ്ടത് വനം വകുപ്പാണ്. വനം വകുപ്പ് ഇടപെടൽ കാര്യക്ഷമമാക്കണമെന്ന് പ്രദേശവാസികൾ. പുലിയുടെ സാന്നിധ്യം ഇവിടെ നേരത്തെ ഉണ്ട്. ഒരു മാസം മുമ്പ് ഈ എൻ്റെ വീട്ടിൽ നിന്നും അതിൻ്റെ തൊട്ടിപ്പുറത്തെ വീട്ടിൽ നിന്നും ഈ പട്ടീനെ പിടിച്ചിട്ട് പോകുന്നുണ്ട്. പട്ടീനെ പിടിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ അധികൃതരെ വിളിച്ചപ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, പുലിയെ കണ്ടിട്ടില്ലല്ലോ, പുലിയെ ആയിരിക്കണം ഈ പട്ടീനെ പിടിച്ചിട്ട് പോവുക. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. കണ്ണൂർ കുടിയാൻമലയിലും പുലി ഇറങ്ങിയതായി സംശയം. ചോലങ്കിരി സ്വദേശി വിനോയുടെ 3 ആടുകളെ അജ്ഞാത ജീവി കടിച്ചുകൊന്നു. പ്രദേശത്ത് വനംവകുപ്പ് പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ സാന്നിധ്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. 24 പാലക്കാട്. സൗദി അറേബ്യൻ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കേസ് നാളെ കോടതി പരിഗണിക്കും. അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിനുള്ള ഉത്തരവ് നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ജയിൽ മോചനത്തിനായുള്ള കാത്തിരിപ്പിലാണ് അബ്ദുൾ റഹീമിനൊപ്പം കുടുംബവും മലയാളികളും. കഴിഞ്ഞ നവംബർ 17 അബ്ദുറഹീമിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദിലെ ക്രിമിനൽ കോടതി പരിഗണിച്ചിരുന്നുവെങ്കിലും അന്തിമ വിധി പറയുന്നത് ഡിസംബർ 8 നീട്ടിവെക്കുകയായിരുന്നു. നാളെ കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ അബ്ദുറഹീമിന്റെ ജയിൽ മോചനത്തിനുള്ള ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ജൂലൈ 2 വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസിൽ തീർപ്പാകാത്തതിനാലാണ് ജയിൽ മോചനം നീണ്ടുപോയത്. നാളെ ജയിൽ മോചന ഉത്തരവുണ്ടായാൽ അത് മേൽക്കോടതിയും ഗവർണറേറ്റും അംഗീകരിക്കേണ്ടതുണ്ട്. ഇതിനുശേഷമാകും അബ്ദുറഹീം ജയിൽ മോചിതനാകുന്നതും നാട്ടിലേക്ക് മടങ്ങുന്നതും. നാട്ടിലേക്ക് കയറ്റിവിടാനുള്ള യാത്രാരേഖകളെല്ലാം റിയാദിലെ ഇന്ത്യൻ എംബസി തയ്യാറാക്കിയിട്ടുണ്ട്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞ 18 വർഷത്തോളമായി റിയാദിലെ ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീം. റിയാധനമായ 15 മില്യൺ റിയാൽ മലയാളികൾ സ്വരൂപിച്ച് മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് കൈമാറിയതോടെയാണ് വധശിക്ഷ റദ്ദാക്കിയത്. ഇനി ജയിൽ മോചനത്തിനുള്ള കാത്തിരിപ്പിലാണ്. ജലീൽ കണമകലം, 24 ജിദ്ദ. ഡൽഹി ചലോ മാർച്ച് നാളെ പുനരാരംഭിക്കാൻ തയ്യാറെടുത്ത കർഷകർ. ചർച്ചയ്ക്കായി കേന്ദ്ര സർക്കാരിന് കർഷകർ നൽകിയ സമയപരിധി ഇന്ന് അവസാനിച്ചിരുന്നു. നിരോധനാജ്ഞ ലംഘിച്ച് ശംഭു അതിർത്തിയിലേക്ക് കൂടുതൽ കർഷകർ എത്തിയിട്ടുണ്ട്. പോലീസുമായി ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് ഇന്നലെ നിർത്തിവെച്ച ദില്ലി ചലോ മാർച്ച് നാളെ പുനരാരംഭിക്കാനാണ് കർഷകരുടെ തീരുമാനം. സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുന്നത് കാത്തിരിക്കുകയാണെന്നും ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് വീണ്ടും മാർച്ച് പുനരാരംഭിക്കുമെന്നും കർഷക നേതാവ് സർവൻ സിംഗ് പാന്തർ. ഇന്നലെയുണ്ടായ പോലീസ് നടപടിയിൽ പരിക്കേറ്റ 17 കർഷകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഘർഷത്തിന് പിന്നാലെ ശംഭു അതിർത്തിയിലും അംബാലയിലും പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമരം ചെയ്യുന്ന കർഷകർക്ക് പിന്തുണയുമായി പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും കൂടുതൽ കർഷകർ ശംഭു അതിർത്തിയിലെത്തി. MSP നിയമം വഴി ഉറപ്പാക്കണം, കാർഷിക കടം എഴുതിത്തള്ളൽ, പെൻഷൻ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകരുടെ പ്രതിഷേധം. 24 ഡൽഹി. സംസ്ഥാനത്ത് ലൈഫ് മിഷനിൽ വീട് ലഭിച്ചവരുടെ ദുരിതം തീരുന്നില്ല. ഓരോ ഗഡുവിനും മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിലാണ് ഉപഭോക്താക്കൾ. ചെങ്കല്ലിനും മണലിനുമൊക്കെ വില വർദ്ധിച്ചത് വീട് നിർമ്മാണത്തെ തെല്ലൊന്നുമല്ല ബാധിച്ചത്. വടക്കൻ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ ഇതാണ്. വർഷങ്ങൾ നീണ്ട വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ ആശകൾ നെയ്തവർ. സ്വപ്ന സാഫല്യത്തിനായി കാത്തിരുന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ. അൻപത്തിയഞ്ച് വർഷം പഴക്കമുള്ള വീട് തകർന്ന് വീഴാറായി. ലൈഫിൽ വീട് ലഭിച്ചെങ്കിലും പണം കൃത്യമായി ലഭിക്കാത്തതിനാൽ 1.5 വർഷത്തിലേറെയായി കാത്തിരിപ്പിലാണ് കമലം. മഴക്കാല വരുന്നതിന് മുമ്പ് വീട് വരിക നേരെ മതി. പണിയെടുത്തിട്ട് ആവണായി പേടിയതെല്ലാം പൊളിഞ്ഞിട്ട് പോയിന് എന്തില്ലേ. ക്യാൻസർ ബാധിതയായ ഭാര്യയുടെ ആഗ്രഹമായിരുന്നു പുതിയ വീട്. അത് യാഥാർത്ഥ്യമാക്കാൻ രമേശിനും കഴിഞ്ഞില്ല. നമ്മളെ കയ്യിലൊന്നുമില്ല, കിട്ടുന്ന അനുസരിച്ച് പണി നീക്കിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഒന്ന് ഒരു അകട കൂടി പെട്ടെന്ന് കിട്ടിപ്പോയിനെങ്കിൽ ഒന്ന് ഈ മയക്ക് മുമ്പ് ഇരിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് വീട്ടിൽ. ഇപ്പോൾ ആ വീട്ടിൽ എപ്പോഴും ഇരിക്കാനൊരു ഇതില്ല. വർഷങ്ങളായി വാടക വീട്ടിലാണ് യമുനയുടെ താമസം. ഭർത്താവ് മരിച്ചു. 3 മക്കളെ വളർത്തിയത് തൊഴിലുറപ്പ് പണി ചെയ്തുകൊണ്ട്. അടുത്ത മഴക്കാലത്തെങ്കിലും പുതിയ വീട്ടിൽ കയറാനാകുമോ എന്ന ആശങ്കയിലാണിവർ. മഴ വന്നെങ്കിൽ ഇനിയിപ്പോൾ ഈ മഴ പോയിട്ട് ഇനിത്തെ മഴ വരുമ്പോൾ അതിന് മുന്നേ വന്നിട്ട് ഇരിക്കണമെന്നിട്ട് ഇതാക്കുന്നത്. പൈസ വേഗം കൊടുക്കുന്നത് ശുദ്ധില്ല, എന്തു പറയുന്നില്ല. എന്തു
മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ പഞ്ചായത്തിലുള്ള സുലേഖയ്ക്കും ഇതുതന്നെയാണ് സ്ഥിതി. ലൈഫിൽ വീട് ലഭിച്ചെങ്കിലും പണി മുന്നോട്ടു പോകാൻ സുഹൃത്തുക്കൾ കൂടി സഹായിക്കേണ്ടി വന്നു. 2 വർഷമായി വാടക നിൽക്കണം. പിന്നെ അങ്ങോട്ട് ഒരു ബുദ്ധിമില്ല മുന്നോട്ട് പോകാൻ. കിട്ടുന്നിടത്തോളം കടം വാങ്ങി ഒക്കെ അവിടെ വരെ എത്തി. ഇത് ജില്ലയിലെ മാത്രം പ്രശ്നമല്ല. സംസ്ഥാനത്തുടനീളം ലക്ഷക്കണക്കിന് ആളുകളാണ് തലചായ്ക്കാൻ ഒരിടമില്ലാതെ സർക്കാർ ഫണ്ടിനായി കാത്തിരിക്കുന്നത്. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. തിരുവനന്തപുരം പാലോട് നവവധുവിനെ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. ഇന്ദുജിയുടെ മരണം കൊലപാതകമാണെന്നും ജാതി വിവേചനവും ശാരീരിക ഉപദ്രവവും മകൾ നേരിട്ടെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു. ഇന്ദുജിയുടെ ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസമാണ് പാലോട് ഇടിഞ്ഞാർ സ്വദേശിനി ഇന്ദുജയെ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4 മാസം മുമ്പായിരുന്നു അഭിജിത്തുമായി ഇന്ദുജയുടെ വിവാഹം. മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അഭിജിത്തിന്റെ വീട്ടുകാർക്കെതിരെ ഇന്ദുജയുടെ കുടുംബം രംഗത്തെത്തി. അഭിജിത്ത് പതിവായി മകളെ ഉപദ്രവിക്കുമായിരുന്നുവെന്ന് പിതാവ് ശശിധരൻ. മകളുടേത് കൊലപാതകം. അവൾ പേടിച്ച് 2-3 ദിവസം വീട്ടിൽ വന്നിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ വന്നിരുന്നു. അപ്പം അവളെ ദേഹത്തൊക്കെ മുറിവും പാടുമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മോളെ കൊന്നളഞ്ഞവൻ ഗാർഹിക പീഡനം അവൻ കൊണ്ടുപോയതിന് ശേഷം ഉണ്ടായിരുന്നു. ഇന്ദുജ ജാതി വിവേചനം നേരിട്ടെന്നും കുടുംബത്തിന്റെ ആരോപണം. നമ്മൾ ആദിവാസി കാണിക്കാ സമുദായത്തിൽപ്പെട്ടവരാണ്. അവരെ വീട്ടിലോട്ട് നമ്മൾ താഴ്ന്ന ജാതിക്കാരെന്നും പറഞ്ഞുകൊണ്ട് അവരെ വീട്ടിൽ ചെല്ലാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ യവനും അവൻ്റെ അമ്മയും കൂടെ വിളിച്ചു പറഞ്ഞ് ആദിവാസിയിലുള്ള ഒരുത്തന്മാരും നല്ല ഭാഷയിലാണ് പറഞ്ഞത്. ഒരുത്തന്മാരും എൻ്റെ വീട്ടിൻ്റെ കാമ്പൗണ്ടിൽ കയറിപ്പോകില്ലെന്ന് പറഞ്ഞു. എന്നാൽ ആരോപണം അഭിജിത്തിന്റെ മാതാവ് തള്ളി. അവരെ അച്ഛനും അമ്മയായിട്ട് എന്തോ വിഷയമുണ്ടെന്ന് പറയുന്നു. ഈ വീട്ടിൽ എന്തായാലും വിഷയങ്ങളൊന്നുമില്ല. ഇല്ല, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഞാൻ കല്യാണം നടത്തി ഇവിടെ കൊണ്ടുവരില്ലല്ലോ. എൻ്റെ ഭാഗത്ത് 101% തെറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര ഇതായിട്ട് നിൽക്കുന്നത്. എനിക്കറിയാം ഇതിൽ എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത്. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ഇൻക്വസ്റ്റിൽ ഇന്ദുജയുടെ ശരീരത്തിൽ അടിയേറ്റ പാടുകൾ കണ്ടെത്തി. ഇന്ദുജയുടെ കുടുംബത്തിന്റെ ആരോപണത്തിന് പിന്നാലെ ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഭിജിത്തിന്റെ വീട്ടിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തി. 24 തിരുവനന്തപുരം. ആരാധനാലയ നിയമത്തിന്റെ സാധുത സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് സുപ്രീംകോടതി. ആരാധനാലയങ്ങളുടെ 1947 സ്വഭാവം അതേപടി നിലനിർത്താനുള്ള നിയമത്തിന്റെ സാധുതയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുക. അയോധ്യ ഒഴികെയുള്ള രാജ്യത്തെ ആരാധനാലയങ്ങളുടെ സ്വാതന്ത്ര്യം നേടുന്ന സമയത്തെ സ്വഭാവം നിലനിർത്തുന്ന നിയമം 1991 കേന്ദ്ര സർക്കാർ പാസാക്കിയത്. നിയമം ഏകപക്ഷീയവും യുക്തിരഹിതവുമാണെന്നും ഭരണഘടനയുടെ അനുച്ഛേദം 14, 25 എന്നിവ പ്രകാരം മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നുമാണ് ഹർജിക്കാരുടെ വാദം. BJP നേതാവും അഭിഭാഷകനുമായ അശ്വിനി കുമാർ ഉപാധ്യായ, കാശി രാജകുടുംബത്തിലെ കുമാരി കൃഷ്ണപ്രിയ, BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമി തുടങ്ങിയവർ നൽകിയ ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. 2020 മുതൽ കോടതിയുടെ പരിഗണനയിലാണ് കേസ്. 2021 മാർച്ചിൽ കേന്ദ്രത്തിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചെങ്കിലും കേന്ദ്രം ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ആരാധനാലയ നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് നൽകിയ ഹർജികൾക്കെതിരെ ഗ്യാൻ ബാബി മസ്ജിദ് കമ്മിറ്റി സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ എല്ലായിടത്തും ഇത്തരം തർക്കങ്ങൾ തലപൊക്കുമെന്നും ഇത് സാമുദായിക സൗഹാർദ്ദം ഇല്ലാതാക്കുമെന്നുമാണ് ഹർജി. സംബൽ മസ്ജിദ്, മധുരയിലെ ഷാഹി ഈദ്ഗാ, അജ്മീർ ദർഗ തുടങ്ങിയ ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ ഉയർന്നുവരുന്ന അവകാശവാദങ്ങളും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഹർജികൾ വരുന്ന വ്യാഴാഴ്ച മുതൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ബെഞ്ച് പരിഗണിക്കും. 24 ഡൽഹി. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹൈക്കോടതി മാർഗനിർദ്ദേശത്തിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട ആറാട്ടുപുഴയിൽ പ്രതീകാത്മക പൂരം. ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതീകാത്മക പൂരത്തിൽ പെരുവനംകുട്ടന്മാരാർ മേളപ്രമാണിയായി. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ പ്രതിഷേധ സംഗമം നടന്നു. നാളെ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ആചാര സംരക്ഷണ കൂട്ടായ്മ ചേരും. നമ്മുടെ നാട് കേരളം എന്ന് പറയുന്നത് കേരളമാകണമെങ്കിൽ കേരളത്തിലെ മലയാളമയുള്ള കലകൾ നിലനിൽക്കണം, അതുപോലെ ആഘോഷങ്ങൾ നിൽക്കണം, അനുഷ്ഠാനങ്ങൾ നിൽക്കണം, ആചാരങ്ങൾ നിൽക്കണം. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം പൂരം നടത്തുന്നത് വെല്ലുവിളിയായ പശ്ചാത്തലത്തിലാണ് വിവിധ പൂര കമ്മിറ്റികൾ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളത്തോടെയായിരുന്നു ആറാട്ടുപുഴയിൽ പ്രതീകാത്മക പൂരം.
വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മുഴുവൻ പൂരങ്ങളും ഉത്സവങ്ങളും വേലകളും പൗരാണികമായിട്ട് നടത്താൻ സാധിക്കണം എന്നുള്ളതാണ്. അതിനെ ബന്ധപ്പെട്ട അധികാരികൾ ആരാണോ അവർ അത് നടത്തി തരണം. നമ്മളാണ് പ്രജകൾ. ആ പ്രജകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട സർക്കാരാണെങ്കിൽ സർക്കാർ അത് നടത്തി തരണം. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ പൂരം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട കോർഡിനേഷൻ കമ്മിറ്റി പ്രമേയം പാസാക്കി. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ സംയുക്തമായി നാളെ ആചാര സംരക്ഷണ കൂട്ടായ്മയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 24 തൃശൂർ. 24 റൗണ്ടപ്പിലേക്ക് തിരികെ. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ ബസ് ജീവനക്കാരുടെ അനാസ്ഥയിൽ ജീവൻ നഷ്ടപ്പെട്ട ഉല്ലാസ് മുഹമ്മദിന്റെ മരണവാർത്തയുടെ ഞെട്ടലിലാണ് കൊല്ലം തട്ടാമലയിലെ ജനങ്ങൾ. ഉല്ലാസും ഭാര്യയും മകനും അടങ്ങുന്ന ചെറുകുടുംബത്തിന്റെ സന്തോഷം കൂടിയാണ് ഒരു നിമിഷം കൊണ്ട് നഷ്ടമായത്. കിഴക്കേക്കോട്ടയിൽ ബസ്സുകളുടെ മരണയോട്ടം നഷ്ടപ്പെടുത്തിയത് ഒരു കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷകളാണ്. കേരള ബാങ്ക് ഉദ്യോഗസ്ഥനായ ഉല്ലാസ് മുഹമ്മദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊല്ലം തട്ടാമലയിലെ വീട്ടിലെത്തുമ്പോൾ നാടൊന്നടങ്കം വേദനയിലാണ്. കൊലപാതകത്തിന് സമാനമായ പ്രവൃത്തിയെന്ന നിറകണ്ണുകളോടെ കുടുംബം. വന്ന് ഒതുങ്ങി നിൽക്കിയത് റോഡ് കുറുക്ക് ചെയ്യാനായിട്ട് ഇറങ്ങാനായിട്ട് മനസമാനമായിട്ട് നിന്നയാളാണ്. അയാളെയാണ് ഈ വണ്ടിയോട് ചേർത്ത് ഉരച്ച് കൊല്ലപ്പെടുത്തിയത്. കൊലപാതകം തന്നെ ഞാൻ പറയും. വളരെ ക്രൂരമായിട്ടുള്ള കാര്യമായിപ്പോയി. വർഷങ്ങളോളം കൊല്ലം ജില്ലാ സഹകരണ ബാങ്കിലായിരുന്നു ജോലി. പിന്നീട് കേരള ബാങ്കിന്റെ തിരുവനന്തപുരത്തെ ഹെഡ് ഓഫീസിൽ 1.5 മാസങ്ങൾക്ക് മുമ്പാണ് സബ് ഓഫീസിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചത്. നാട്ടിൽ പൊതുപ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു ഉല്ലാസ്. വളരെ സത്യസന്ധമായും വളരെ വിശ്വാസപൂർവ്വം ഈ ജോലിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളും വളരെ ആരോടും ഒരു ദേഷ്യമില്ലാതെയും നാളുടെ സൗമനസ്യത്തോടു കൂടി പോകുന്ന ആൾ. അദ്ദേഹത്തിന് പെട്ടെന്ന് ഈ വിഷമ സ്ഥിതിയിലേക്ക് വന്നതല്ലേ നമുക്കെല്ലാം ഉത്കണ്ഠയുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളൊരു പ്രശ്നം ഉണ്ടായി കുറച്ച് ദിവസം അതിൻ്റെ പുറകിൽ അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. അത് കഴിയുമ്പോൾ വീണ്ടും ആർക്കാണോ നഷ്ടപ്പെട്ടത് അവർക്ക് നഷ്ടപ്പെട്ടു. ഉച്ചയ്ക്കത്തെ ജുമാ നമസ്കാരത്തിനായി പള്ളിയിൽ പോയി മടങ്ങുകയായിരുന്നു ഉല്ലാസ. സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥയായ ഭാര്യയ്ക്കൊപ്പം പോയ ഉല്ലാസിന്റെ മരണവാർത്തയാണ് പിന്നീട് കുടുംബം അറിഞ്ഞത്. ഉല്ലാസിന്റെ മകൻ കൊല്ലത്തെ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹം മയ്യനാട് ജുമാ മസ്ജിദിൽ ഖബറടക്കി. 24 കൊല്ലം. തൊടുപുഴയിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിൽ നവീകരിച്ച ബ്രൈഡൽ സെക്ഷൻ പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്ര താരം മഹിമ നമ്പ്യാർ ഉദ്ഘാടനം നിർവഹിച്ചു. വിവാഹ വസ്ത്രങ്ങൾക്കായി വിപുലീകരിച്ച വിഭാഗമാണ് മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിൽ ഒരുക്കിയിരിക്കുന്നത്. നവീകരിച്ച ബ്രൈഡൽ സെക്ഷൻ നടി മഹിമ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ എല്ലായിടങ്ങളിൽ നിന്നുള്ള വിവാഹ വസ്ത്രങ്ങൾ മഹാറാണി ബ്രൈഡൽ സെക്ഷനിൽ ലഭ്യമാണെന്ന് മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് ചെയർമാൻ റിയാസ് PA പറഞ്ഞു. ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിനകത്തു നിന്നുള്ള ഏതൊരു വധുവിനും വരനും ധൈര്യസമേതം മഹാറാണിയെ തേടി അവരുടെ വിവാഹ വസ്ത്രങ്ങൾക്കായി എത്താൻ സാധിക്കും. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സേവനങ്ങളും നൽകുവാൻ സജ്ജമായിട്ടാണ് നമ്മളിന്നിവിടെ നിൽക്കുന്നത്. ബ്രൈഡൽ കൺസൾട്ടൻസിൻ്റെയും ഗ്രൂം കൺസൾട്ടൻസിൻ്റെയും 30ഓളം വരുന്ന ഫാഷൻ ഡിസൈനേഴ്സിൻ്റെ സേവനമൊക്കെയാണ് നമ്മൾ ഈ ഒരു വധുവും വരനും മഹാറാണിയെ തേടി വസ്ത്രമെടുക്കാൻ എത്തുമ്പോൾ നമ്മൾ നൽകുന്നത്. 1 മാസം നീണ്ടു നിൽക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവലിനും എക്സിബിഷനും മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിൽ തുടക്കമായി. 24 തൊടുപുഴ. 24 പൂർത്തിയാവുകയാണ്.